ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? അങ്ങനെ കർത്താവിന്റെ സ്വന്തം നാടായ അട്ടപ്പാടി സിഹിയോനിലെത്തി കേട്ടോ. ഇവിടെ വരുമ്പോൾ വലിയൊരു സന്തോഷം, വലിയൊരു കൃപയാണ്. വൈദ്യര ധ്യാനം ദൈവകൃപയിൽ നന്നായി ആരംഭിക്കാൻ ഈശോ കൃപ തന്നു. ഇപ്പൊ 1-2-3 ക്ലാസ്സുകൾ കഴിഞ്ഞു. നന്നായി പോകുന്നു കേട്ടോ. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണേ. ഇന്ന് വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന, അതേപോലെ തന്നെ നാളത്തെ വിശുദ്ധ കുർബാന അർപ്പണം, പിന്നെ ഇടയ്ക്കൊരു കുരിശിന് വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ആവശ്യത്തിൽ ഒരു അച്ഛനുണ്ടാവും, ഞാനെങ്കിലും ഉണ്ടാവും. ഹല്ലേലൂയ. കറുത്ത പ്രത്യേകം എനിക്ക് പ്രാർത്ഥിക്കണം, ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. വൈദ്യർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പിന്നെ ഇന്നത്തെ പ്രത്യേക വിശേഷങ്ങൾ, ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത്, ഞാൻ ഓൾറെഡി ഇന്നലത്തെ നമ്മുടെ ഹോസ്റ്റലിലെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ അതല്ല, അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഴക്കുളത്ത് വെച്ച് നമ്മുടെ അഭിഷേകാനന്ദ സിസ്റ്റേഴ്സിന്റെ മിസ്ബ അല്ലെങ്കിൽ അവർ ആ സെന്ററിൽ ഒരു 1 ഡേ നടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 9-ാം തീയതി ബുധനാഴ്ച എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം പണിമുടക്ക സാഹചര്യങ്ങളൊക്കെ കേരളത്തിൽ വിദേശത്തിറക്കുന്ന വിഷയമല്ല വന്നതുകൊണ്ട് അത് പിറ്റേ ദിവസം 10-ാം തീയതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് അതിന്റെ പോസ്റ്റ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യാൻ ചെയ്തായിരുന്നില്ല. അപ്പൊ ഒന്നുകൂടെ അയക്കണം കേട്ടോ. അത് 10-ാം തീയതി വ്യാഴാഴ്ചയാണ്. രാവിലെ മുതൽ പിന്നെ വൈകുന്നേരം വരെയാണ്. കുംസാരവും കുർബാന എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പോകണം, നല്ലതാണ്. വാഴക്കുളത്ത് കലൂർക്കാട് പോണ വഴിക്ക് ഇതിന്റെ കാർഡ് ഒന്നുകൂടി ഇട്ടേക്കാം, അപ്പൊ ക്ലിയർ ആയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രത്യേകം ഒരു അറിയിപ്പായിട്ട് സ്വീകരിക്കണം കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മറിഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, മാസത്തിൽ ഒരു ദിവസം നമ്മൾക്ക് PDMന്റെയും ASTMന്റെയും എല്ലാ ഉപകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉപകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലും ഉപകാരം ചെയ്യുന്നവര് എന്ന് പറഞ്ഞാൽ, 1 PDMലും ASTMലും നല്ല വൈദികര സമർപ്പിതം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, 2 ഇങ്ങോട്ട് ദൈവവിളിയൊക്കെ എത്തിച്ചു വരുന്നവരുണ്ട്, അതേപോലെ തന്നെ ദശാംശ സഹായം, പിന്നെ അതുകൂടാതെ ചിലപ്പോൾ സ്ഥലമൊക്കെ തന്നിരിക്കുന്നവരുണ്ട്, വീട് വാടകയ്ക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നവരുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സെമിനാരി വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി, സിസ്റ്റേഴ്സ് ആകുന്ന പഠനത്തിന് വേണ്ടി ദശാംശം തന്ന് സഹായിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളാണ്. എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയക്കോ, അല്ലെങ്കിൽ കുറവലങ്ങാട് PDMൽ ഓഫീസിലൊന്ന് കോൺടാക്ട് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വാഴക്കുളത്ത് കോൺടാക്ട് ചെയ്യുന്നത് നല്ലതാണ്. പ്രൈസ് പ്രാർത്ഥിക്കാം. കർത്താവ് ഉപകാരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം. അതിനകത്ത് ഒറ്റ അധ്യായമേ അത് അതിന്റെ വാക്യം 3 അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കൂടെ ഉള്ളവർ നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയുമോ എന്നുള്ളതാണ് തലക്കെട്ട്. ഇതാണ് വചനം. നീ സത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് നിന്റെ സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ച യോഹന്നാൻ പറയാ. ആർക്കാണ്? ഗായൂസ്. അപ്പോൾ ഗായൂസിന് വളരെ സ്നേഹത്തോടു കൂടി എഴുതുക. അങ്ങനെ എഴുതുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ വളരെ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് നിന്റെ സഹോദരന്മാർ വന്ന് പറഞ്ഞു. അതാണ് കാര്യം. സത്യത്തിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഈശോ തന്നെ പറഞ്ഞു അല്ലെ, വഴിയും സത്യവും ജീവനും ഞാൻ. അപ്പൊ ഈശോയിലാണ് ജീവിക്കുന്നത്. അതല്ലെങ്കിൽ പറഞ്ഞു, പീലാത്തോസിന്റെ ഒരു ചോദ്യമുണ്ട്, എന്താണ് സത്യം? അതിന് മുമ്പ് തന്നെ ഈശോ മറുപടി കൊടുത്തപ്പോൾ വചനമാണ് സത്യം. അപ്പൊ നീ വചനത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നീ ഈശോയിലാണ് ജീവിക്കുന്നത്, നീ വചനത്തിലാണ് ജീവിക്കുന്നത്. നിന്റെ സഹോദരന്മാരെ അവര് വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര, നിന്റെ ആ ഒരു നിന്നെ കുറിച്ച് സാൾട്ട് കണെങ്കിൽ ഭയങ്കര ഹാപ്പിയാന്ന് യോഹന്നാൻ പറയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആ വചനത്തിൽ നോക്കണം. നിങ്ങൾ ഇന്ന് ചോദിക്കേ, നമ്മുടെ കൂടെ ജീവിക്കുന്നവര് നമ്മളില്ലാത്തപ്പോൾ വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയോ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആള് ക്ലിയർ ആട്ടോ. വചനം അനുസരിച്ചാണ് ജീവിക്കുന്നത്, ഈശോയിലാണ് ജീവിക്കുന്നത് അല്ലേ? അത് പറയുന്നത് നമ്മുടെ കൂടപ്പറപ്പുകൾ പറയുക എന്നുള്ളതാണ്, നമ്മുടെ കുടുംബക്കാർ പറയുക എന്നുള്ളതാണ്. നീ ഏറ്റവും കൂടുതൽ സഹവസിക്കുന്നത് ആരുടെ കൂടെയാണ് അവര് പറയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി നിങ്ങൾ ഇന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ വേറെ ആൾക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ എത്ര പേരെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനേക പുറത്തുള്ള ആത്മാക്കൾക്ക് സാക്ഷ്യം കൊടുക്കുന്നതിനേക്കാൾ വളരെ റെലവന്റ് ആണ് കൂട്ടത്തിൽ ജീവിക്കുന്നവർക്ക് സാക്ഷ്യം കൊടുക്കുക. അപ്പൊ എനിക്ക് യാതൊരു പരിചയമില്ലാത്തൊരു നാട്ടിൽ പരിചയമില്ലാത്ത മനുഷ്യരുടെ അടുത്ത് വന്ന് വചനം പ്രഘോഷിക്കുന്ന പോലെ അല്ല എന്നെ ഏറ്റവും പരിചയമുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്ന്. കാരണം എന്താ? വാക്കും പ്രവർത്തനവും പൊരുത്തക്കേട് വരരുതല്ലോ. ശരിയല്ലേ? അതുതന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരി, വചനത്തെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം കേട്ടോ. വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ അധികം വചനം പാലിക്കലാണ്. അത് വലിയ നന്മയില്ലേ? നമുക്ക് സ്തുതിക്കാം അല്ലെ? സ്തുതിക്കാം, ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഇവരെ ആശീർവദിക്കാൻ അവർ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളോട് നന്ദി പറയാ. കർത്താവ്, ഇവരെ ശല്യപ്പെടുന്ന എല്ലാ പൈശാചത്തിൽ, അന്ധകാരത്തിൽ, ഉപദ്രവങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച്, ബന്ധിച്ച്, ബഹിഷ്കരിച്ച് കുരിശന്റെ ഉള്ളിലേക്ക് ആട്ടി പായിക്കുന്നു. കർത്താവ്, വലിയ കൃപയുടെ അഭിഷേകപ്പെടുന്ന വിരമൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം പാലിക്കാൻ ഒരു പ്രത്യേക കൃപ കർത്താവ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ മധ്യസ്ഥതയാൽ വിശുദ്ധ ഗായൂസിന്റെ ഒക്കെ പ്രത്യേക മധ്യസ്ഥത ലഭിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആശീർവദിക്കുക. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് കർത്താവ് PDMന്റെ ASTMന്റെ എല്ലാ ഉപകാരികൾക്ക് ഏതെങ്കിലും വിധത്തിൽ PDMനെ ASTMനെ ഏതെങ്കിലും കാലഘട്ടം സഹായിച്ചുള്ള ഓരോരുത്തരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ്, ഇവരെ ആവശ്യങ്ങളിൽ കർത്താവ് അവിടുന്ന് ഇടപെടണമേ. കർത്താവ്, ഇവരെ ചെയ്ത സഹായങ്ങൾ അവിടുന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. കർത്താവ്, ഇവർക്കെല്ലാം നന്മ വരട്ടെ എന്ന് ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.